ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടറോട്ട് ലവ് റീഡിംഗ് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതെൻ്റെ തേർഡ് ചാനലാണ്. 555 ഏഞ്ചൽ ടറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിൻ്റെ തേർഡ് ചാനൽ, മൂന്നാമത്തെ ചാനലാണ് 555 ഏഞ്ചൽ ടറോട്ട് ലവ് റീഡിംഗ് മലയാളം. ഫസ്റ്റ് ചാനലിൻ്റെയൊക്കെ ലിങ്ക് ഇടാനായിട്ട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻസിൽ കൂടെ. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം ലിങ്ക് ആഡ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ചാനലിൻ്റെ അറിയാത്ത ആൾക്കാർക്ക് അത് അറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു 15 കാർഡ്സ് വെച്ചിട്ടുള്ള ഡീറ്റെയിൽ റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ പയൽ സെലക്ഷൻ ഒന്നും തന്നെ ഇല്ല. അതായത് പയൽ സെലക്ട് ചെയ്തിട്ടുള്ള ഫസ്റ്റ് പയൽ സെക്കൻഡ് പയൽ അങ്ങനത്തെ രീതിയല്ല. നമ്മൾ നേരത്തെയൊക്കെ ചെയ്തിരിക്കുന്നത് പോലെ തന്നെ ഡീറ്റെയിൽ റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. 15 കാർഡ്സ് വെച്ചിട്ടുള്ള റീഡിംഗ് ആണ്. ആൻഡ് ഓൾസോ ഇതിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് തന്നെ നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ ഈ വ്യക്തിക്ക് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകുമോ? ഓക്കെ, നിങ്ങളായിട്ടുള്ള പ്രണയബന്ധത്തിൽ ഈ വ്യക്തി ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകുമോ? ആൻഡ് ഓൾസോ ഈ ഒരു സെപ്പറേഷൻ പീരീഡിൽ ഈ വ്യക്തി പഠിച്ചിട്ടുള്ള പാഠങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, അപ്പോൾ കൂടുതൽ ആളുകൾക്ക് ഇത് റീസണേറ്റ് ആവാൻ പോകുന്നത് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, ബ്രേക്കപ്പ് സിറ്റുവേഷൻ, ഇപ്പോൾ സ്മൂത്ത് ഗോയിങ് ആണെങ്കിൽ പോലും ഒരു ക്ലിയർ കട്ടായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ തമ്മിൽ നടക്കുന്നില്ല. സോ അത്തരത്തിലുള്ള റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർക്കായിരിക്കും ഇത് കൂടുതൽ റീസണേറ്റ് ആകാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാതെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയ നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ഇവിടെ വരുന്നതായിരിക്കും. ബിക്കോസ് കൂടുതലും സെപ്പറേഷനിൽ നിൽക്കുന്ന ആൾക്കാർക്കായിരിക്കും ഇത് കൂടുതലും റീസണേറ്റ് ആവുന്നത്. ഓക്കെ, സോ ഈ വ്യക്തി പഠിച്ച പാഠങ്ങൾ എന്തൊക്കെയാണ് സെപ്പറേഷൻ പീരീഡിൽ? അതുപോലെ നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് ഈ പേഴ്സൺ തരുമോ? ഈ പേഴ്സണ് ഇനിയൊരു തിരിച്ചുവരവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുമോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സ്ക്രീനിൽ തരാൻ പറ്റില്ല, കാരണം കാർഡ്സ് ഇരിക്കുന്നത് കാരണം നമുക്കിത് കൊടുത്താൽ കറക്റ്റ് ആവില്ല. സോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, പിന്നെ എനിക്ക് 2 ദിവസം വീഡിയോ ഇടാൻ പറ്റാഞ്ഞത് എനിക്ക് ചുമ, തൊണ്ടവേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ റെസ്റ്റ് ആയിരുന്നു. അപ്പം ഇപ്പോഴും ശരിയായി വരുന്നതേ ഉള്ളൂ. അപ്പം അതുകൊണ്ടിട്ടാണ് കേട്ടോ. ഓക്കെ, സോ ബാക്ക് ടു റീഡിങ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഓക്കെ, നമുക്കപ്പോൾ ഹിയർ വി ഗോ. നമുക്ക് ദ ഫസ്റ്റ് കാർഡ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് 8 ഓഫ് പെൻഡക്കിൾസ് ആണ്. ഓക്കെ, 8 ഓഫ് പെൻഡക്കിൾസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആൻഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ, പാസ്റ്റ് എനർജി എന്ന് വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സൻ്റെ അടുത്തേക്ക് വരുന്നതിന് മുൻപോ അല്ലെങ്കിൽ നിങ്ങൾ ആ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയം, ഓക്കെ, ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണായിട്ട് കമ്മിറ്റ്മെൻ്റ് ആയ സമയത്ത് ഉള്ള എനർജി, അതല്ല എങ്കിൽ നിങ്ങൾ വരുന്നതിന് തൊട്ട് മുൻപ് ഈ പേഴ്സൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളത് നോക്കുകയാണെങ്കിൽ നമുക്ക് ക്ലിയർ കട്ടായിട്ട് കാണാൻ കഴിയും. വെരി ഹാർഡ് വർക്കിംഗ് പേഴ്സണാലിറ്റി, വളരെ വർക്കഹോളിക് ആയിട്ടുള്ള പേഴ്സണാണ്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും, നന്നായിട്ട് പണിയെടുക്കും. ഈ പേഴ്സൻ്റെ പ്രൊഫഷൻ എന്ത് തന്നെ ആയാലും ഈ പേഴ്സൺ അത് 100% ഡെഡിക്കേഷൻ കൊടുത്ത് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സണായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. അതായത് നല്ല രീതിയിൽ വിദ്യാഭ്യാസമുണ്ട്. ആൻഡ് ഓൾസോ നല്ല രീതിയിൽ സാമ്പത്തികപരമായിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിലെ അംഗമായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഒരു വെൽത്തി ഫാമിലി, ഒരു സാമ്പത്തികപരമായിട്ടൊക്കെ ഉയർച്ചയുള്ള, അത്യാവശ്യം കരിയറിൽ സക്സസ് ആയിട്ട് നിൽക്കുന്ന, ടീം വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഗ്രൂപ്പ് വർക്കൊക്കെ ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ ഈ പേഴ്സൺ ആയിരിക്കും അത് ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ നിൽക്കുന്നത്. അതായത് ഒരു ഗ്രൂപ്പ് വർക്കൊക്കെ ചെയ്യുമ്പോൾ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലൊക്കെ നിൽക്കുകയും നല്ല രീതിയിൽ നേതൃത്വം വഹിക്കുകയും അത് നല്ല രീതിയിൽ സക്സസ്സിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജി ആയിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഓൾസോ ഈ പേഴ്സൺ വളരെയധികം മണി മൈൻഡഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. അതായത് പൈസ ക്യാഷ് ആണ് ഏറ്റവും വലുത്, അല്ലെങ്കിൽ അതിനാണ് ഏറ്റവും കൂടുതൽ ഈ പേഴ്സൺ പ്രാധാന്യം കൊടുത്തിരുന്നത്. ഓക്കെ, നിങ്ങൾ വരുന്നതിന് തൊട്ട് മുൻപ്. അതല്ല എങ്കിൽ നിങ്ങൾ ഈ പേഴ്സണായിട്ട് പ്രണയത്തിലായ സമയത്തൊക്കെ ഈ പേഴ്സൻ്റെ സ്വഭാവം ഇങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. വളരെ ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആണ്. ആൻഡ് ഓൾസോ ദിസ് പേഴ്സൺ ഈസ് ഗിവിങ് മോർ ഇമ്പോർട്ടൻസ് ടു മണി പർപ്പസ്. അതായത് പൈസ സംബന്ധമായിട്ടുള്ള കാര്യത്തിലാണ് ഈ പേഴ്സൺ കൂടുതലും ആഗ്രഹം കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നത്. ഓക്കെ,
ആൻഡ് ഓൾസോ നമുക്ക് സെക്കൻഡ് കാർഡ് കിട്ടിയിരിക്കുന്നത് ദ പ്രസന്റ് എനർജി ഇൻ യുവർ റിലേഷൻഷിപ്പ്. നമുക്ക് 4 ഓഫ് ഫയർ ആണ് കിട്ടിയിട്ടുള്ളത്. അതൊരു പക്ഷെ നിങ്ങളുടെ മിടുക്കാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതായത് ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ മിടുക്ക് തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് 4 ഓഫ് ഫയർ നമ്മൾക്ക് സെക്കൻഡ് കാർഡായിട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ബിക്കോസ് ഇത് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ പ്രസന്റ് എനർജിയാണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രസന്റ് എനർജിയെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പുരുഷൻ, അതായത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ സ്ത്രീ ആണെങ്കിൽ, നിങ്ങൾ സ്നേഹിക്കുന്നത് പുരുഷനെ ആണെങ്കിൽ, ഓക്കെ, അത് ഒരു പരിധിവരെ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമോ അല്ലെങ്കിൽ സോൾമേറ്റോ ആകാനുള്ള സാധ്യതകൾ ഏറെയായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് എല്ലാവരും കംപ്ലീറ്റ്ലി ട്വിൻ ഫ്ലെയിം ആണെന്നല്ല, എല്ലാവരും കംപ്ലീറ്റ്ലി സോൾമേറ്റ് ആണെന്നല്ല, പക്ഷെ എങ്കിൽ പോലും കുറേയൊക്കെ നമ്മൾക്ക് എനർജി കിട്ടുന്നത് ട്വിൻ ഫ്ലെയിം സോൾമേറ്റ് ജേണി ആയിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇവിടെ വളരെയധികം ഹൈ മാസ്കുലൈൻ എനർജിയും ഹൈ ഫെമിനന്റ് എനർജിയുമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ പ്രസന്റ് എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളായിട്ട് ഈ പേഴ്സൺ നോ കോണ്ടാക്റ്റിൽ പോയിക്കോട്ടെ, ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ പോയിക്കോട്ടെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ത് തന്നെ ആണെങ്കിൽ പോലും ഈ പേഴ്സണ് നിങ്ങളെ തന്നെ വേണം, നിങ്ങളുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ബിക്കോസ് നമ്മൾക്കറിയാൻ പറ്റും ഒരു കപ്പിൾസ്, ഒരു ആണും പെണ്ണും കൂടെ ഒരുമിച്ച് അവർ കപ്പിൾസാണ്. ഒരു സെലിബ്രേഷൻ്റെ ഒരു സീനറിയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. വളരെ വലിയ വീട് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഓൾസോ നല്ല ഫെസ്റ്റിവലിന് സെലിബ്രേഷനിലൊക്കെ ഇടുന്ന വസ്ത്രം അണിഞ്ഞ് രണ്ടുപേരും മതിമറന്ന് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനത്തെ ഒരു സെലിബ്രേഷൻ കാർഡാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. സോ വളരെയധികം ക്രൂക്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം റൂഡായിട്ടുള്ള പൈസ എന്നുള്ള ക്യാഷ് എന്നുള്ള കാര്യം ചിന്ത മാത്രമായിട്ട് നടന്നിരുന്ന വളരെ വർക്കഹോളിക് ആയിട്ടുള്ള ഈ പേഴ്സണെ നിങ്ങൾക്ക് വളരെ പ്രണയത്തിലേക്ക് അല്ലെങ്കിൽ വളരെ ഇമോഷണൽ ഫീലിങ്സിലേക്ക് കൊണ്ടേ എത്തിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് കാണിക്കുന്നത്. സോ അത് ഒരു പരിധി വരെ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ കഴിവ് തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, കൺഗ്രാറ്റ്സ്, അത് വെൽ ഡൺ. ബിക്കോസ് നിങ്ങൾക്ക് അങ്ങനെ ഈ പേഴ്സണെ മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചു. ഓക്കെ, വളരെയധികം പ്രൊഫഷണൽ ആയിട്ടുള്ള, വളരെയധികം റൂഡായിട്ടുള്ള റഫ് ക്യാരക്ടറൊക്കെയാണ്. പെട്ടെന്ന് ദേഷ്യം വരും, അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഈ വ്യക്തിക്ക് നടന്ന് കിട്ടണം, അങ്ങനത്തെ ഒരു സ്വഭാവമൊക്കെയാണ്. പിടിവാശിയൊക്കെ ഉള്ളൊരു കൂട്ടത്തിലാണ്, ഈഗോയിസ്റ്റിക് ആണ്. ബിക്കോസ് ഈ പേഴ്സൺ സക്സസ്ഫുൾ ആയതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് അതിൻ്റെതായിട്ടുള്ള അഹങ്കാരവുമുണ്ട്. ഓക്കെ, അപ്പോൾ പറയുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ഈ പേഴ്സണ് അംഗീകരിച്ച് തരാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഈ പേഴ്സൺ വിട്ടു തരില്ല. ഓക്കെ, ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ പറയുന്നതാണ് സത്യം, ഞാൻ പറയുന്നത് നീ കേട്ടോളണം എന്നുള്ള ഒരു കിങ് വൈബ് അല്ലെങ്കിൽ ഒരു എംപറർ എനർജിയിൽ നിൽക്കുന്ന ഒരു പേഴ്സണാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നിങ്ങൾ ഈ പേഴ്സണെ പ്രണയത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഈ പേഴ്സൺ നല്ല രീതിയിൽ നന്ദി പറയുന്നുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ്, മേ ബി ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ടുള്ള അഫർമേഷൻസ് ഒക്കെ ഈ പേഴ്സൺ ചെയ്യുന്നുണ്ടാകാം. അല്ലെങ്കിൽ സ്പിരിച്വലി കുറച്ചും കൂടി അവേക്കനിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നന്ദി പറയുന്നുണ്ട് ഏഞ്ചൽസിനോടായിക്കോട്ടെ. കാരണം നമുക്കിവിടെ ഒരുപാട് നമുക്ക് അനുഗ്രഹങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ഏഞ്ചൽസിൻ്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പൂർവികരുടെ ആയിക്കോട്ടെ, ഈ യൂണിവേഴ്സിൻ്റെ ആയിക്കോട്ടെ. അതായത് ഈ ഒരു യൂണിവേഴ്സൽ എനർജി നിങ്ങളെ സെപ്പറേറ്റഡ് ആക്കാനായിട്ട് സമ്മതിക്കുന്നില്ല, ഒരു സെപ്പറേഷൻ ജേണിയിലേക്ക് പോകാനായിട്ട് സമ്മതിക്കുന്നില്ല. എവിടെ പോയാലും കറങ്ങിത്തിരിഞ്ഞ് ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ തന്നെ വന്ന് വീഴും. നിങ്ങളാണെങ്കിലും ഈ പേഴ്സൻ്റെ മുന്നിൽ തന്നെ വന്ന് വീഴുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഒരു ജേണി ആയിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. സോ അത് ഒരു പരിധി വരെ ഏഞ്ചൽസിൻ്റെയും ആൻസിസ്റ്റേഴ്സിൻ്റെയും യൂണിവേഴ്സിൻ്റെയും സ്പെഷ്യലായിട്ടുള്ള പ്രൊട്ടക്ഷൻ പവർ ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു ജേണി നിങ്ങൾക്ക് ജീവിതത്തിൽ നിന്നും കളയാൻ സാധിക്കാത്തത്. ഓക്കെ, ആൻഡ് ഓൾസോ നമുക്ക് ദ തേർഡ് കാർഡായിട്ട് കിട്ടിയിരിക്കുന്നത് ദ കിങ് ഓഫ് കപ്സ് ആണ്. ബിക്കോസ് നമ്മൾക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് ഈ നിങ്ങളുടെ ഫീലിങ്സ്, അതായത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ്.
ഓക്കെ, നമുക്കറിയാൻ പറ്റും ഒരു കപ്പ് ഓഫ് ലവ് ആയിട്ട് ഇരിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ പാനപാത്രം, ഒരു കപ്പ് ഓഫ് ലവ് ആയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയെയാണ് നമ്മൾക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളും നിസാരക്കാരല്ല, നിങ്ങളും അത്യാവശ്യം നല്ലൊരു ഫാമിലിയിലെ അംഗങ്ങളാണ്. നിങ്ങൾക്കും വേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ജോലി ഉണ്ടാകാം. അത്യാവശ്യം സൊസൈറ്റിയിൽ നിങ്ങളും തല ഉയർത്തി പിടിച്ച് നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജി ആയിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചീറ്റ് ചെയ്യാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് ഒളിപ്പിച്ചു വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താണോ, നിങ്ങളുടെ മനസ്സിൽ എന്താണോ വരുന്നത് അത് നിങ്ങൾ പുറമേ കാണിച്ചിരിക്കും. നിങ്ങൾക്ക് ദേഷ്യമാണ് വരുന്നതെങ്കിൽ നിങ്ങളത് പുറമേ അങ്ങനെ തന്നെ ചെയ്യും. സന്തോഷമാണ്, സങ്കടമാണ്, എന്ത് വികാര വിചാരങ്ങളായിക്കോട്ടെ നിങ്ങളത് ഓപ്പൺ ആയിട്ട് ഈ പേഴ്സന്റെ മുന്നിൽ മാത്രമല്ല ആരുടെ മുന്നിലായാലും നിങ്ങൾ ഓപ്പൺ ആയിട്ട് അത് പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും. അത് കാരണം നിങ്ങൾക്ക് ഒരുപാട് കണക്ഷൻസ് വിട്ടുപോയതായിട്ടും കാണിക്കുന്നുണ്ട്. അതൊരു പക്ഷെ നിങ്ങളുടെ കൂട്ടുകാരായിരിക്കണം, അല്ലെങ്കിൽ നെയ്ബേഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയിരിക്കണം. നിങ്ങൾ പച്ചയായിട്ട്, അതായത് ഒരു മറയുമില്ലാണ്ട്, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള മൂടിക്കെട്ടി വെക്കുക എന്ന് പറയില്ലേ, ഒരു തരത്തിലുള്ള അഭിനയവും ഇല്ലാണ്ട് എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ചുറ്റിനും ധാരാളം ശത്രുക്കളും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വളരെയധികം വിഷമിക്കേണ്ട സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഏതൊരു റിലേഷൻഷിപ്പിനും പോസിറ്റീവ് ഉണ്ടാകും, നെഗറ്റീവ് ഉണ്ടാകും അല്ലേ? അപ്പൊ ഇതിൽ പോസിറ്റീവായിട്ട് പറയാനാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു സ്വഭാവം എന്ന് പറയുന്നത് വളരെ ഇഷ്ടമാണ്. ബിക്കോസ് നിങ്ങൾ ഒരു ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള തുറന്ന പുസ്തകമാണ്. എന്താണോ അത് നിങ്ങൾ തുറന്ന് കാണിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സ്വഭാവം കാരണം നിങ്ങൾക്ക് പലതരത്തിലുള്ള കണക്ഷൻസും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ ഈ ഒരു സ്വഭാവം എന്ന് പറയുന്നത് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് ചതിക്കുന്ന ഒരു എനർജി അല്ല, ചതിക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ല, നിങ്ങൾക്കത് ഇഷ്ടവുമല്ല, ഒരു കാര്യം മൂടിക്കെട്ടി വെക്കാനും നിങ്ങൾ താല്പര്യപ്പെടുന്ന വ്യക്തി അല്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, സോ യെസ്, ഇനി നെക്സ്റ്റ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത് അതായത് നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ്. ഓക്കെ, നമുക്ക് 7 ഓഫ് എയർ ആണ് കിട്ടിയിരിക്കുന്നത്. ബിക്കോസ് നിങ്ങൾ 100% ഈ പേഴ്സന്റെ അടുത്ത് സത്യസന്ധമായിരുന്നു, അത്രയും ജെനുവിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ എവിടേക്കോ നിങ്ങളുടെ പേഴ്സണ് കാർമിക് സംബന്ധമായിട്ടുള്ള എനർജീസ് വന്നു. അതിപ്പോൾ എന്താ പറയുക, ഒരു നെഗറ്റീവ് എനർജി, അതായത് വളരെ മനോഹരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രണയബന്ധം, അതിപ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധമായിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിക്കോട്ടെ, ലവേഴ്സ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഒരു പ്രപ്പോസൽ ആയിട്ട് വന്നതായിക്കോട്ടെ, ഏത് എനർജി ആണെങ്കിൽ പോലും ഇവിടെ നമുക്കൊരു നെഗറ്റീവ് എനർജി വൈബ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സൺ എവിടെയൊക്കെയോ നിങ്ങളിൽ നിന്നും വ്യതിചലനം സംഭവിച്ച് വേറൊരു ദിശയിലേക്ക് പോയി, നിങ്ങളെ ചതിച്ചു എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളെ ചതിച്ചു, ഓക്കെ, ബിക്കോസ് നിങ്ങളെ ചതിച്ചു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത്. മേ ബി അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ടാകണം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിക്കാനായിട്ടുള്ളൊരു സമയമായപ്പോൾ അവിടെ അനാവശ്യമായിട്ട് ഒരു നെഗറ്റീവ് എനർജി, ഒരു തേർഡ് പാർട്ടി വന്നതായിട്ട് കാണിക്കുന്നു. അത് ടോട്ടലി നിങ്ങളെ ബ്രേക്ക് ഡൗൺ ചെയ്യിപ്പിച്ചിട്ട്, അതായത് ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ മനസ്സ് നല്ല രീതിയിൽ കീറി മുറിച്ച് ഒരു വിഷമഘട്ടത്തിലേക്ക് കൊണ്ടുപോയി ഈ ഒരു തേർഡ് പാർട്ടി ഈ പേഴ്സണെ കൊണ്ട് പോയതായിട്ടാണ് കാണിക്കുന്നത്. സോ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ ഈ പേഴ്സണായിട്ട് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോവുകയും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോവുകയും ഒരുപാട് തല്ലുപിടുത്തങ്ങൾ, വാക്ക് തർക്കങ്ങൾ ഉണ്ടാവുകയും അതിലൂടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും വിഷമവും ദേഷ്യവും വാശിയും നിറഞ്ഞ ഒരു എനർജിയിലേക്ക് മാറുകയും ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ പേഴ്സൺ തേർഡ് പാർട്ടി ആയിട്ട് അത്രത്തോളം സന്തോഷത്തിലല്ല, അത്രത്തോളം ഫ്രീഡത്തിലല്ല.
ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ചിട്ടുള്ള വാല്യൂ മനസ്സിലാക്കുന്നു. നിങ്ങൾ എന്തായിരുന്നു, നിങ്ങൾ എത്രത്തോളം പ്യോർ ആയിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടീനെ ഒരിക്കലും വിശ്വസിക്കരുതായിരുന്നു. മേ ബി ഈ പേഴ്സൺ പൈസ കണ്ടിട്ട് പോയതാകാം. ചിലപ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ പണം ചിലപ്പോൾ ഈ തേർഡ് പാർട്ടിക്ക് ഉണ്ടായത് കൊണ്ടോ, അല്ലെങ്കിൽ സൗന്ദര്യം ഉണ്ടായത് കൊണ്ടോ, സംതിങ് എന്തോ എന്തോ ഒരു മെയിൻ ഫാക്ടർ നിങ്ങളെക്കാൾ ഒരു പടി മുകളിൽ തേർഡ് പാർട്ടിക്ക് ഉണ്ടായിരുന്നു. സോ അത് കണ്ടിട്ടാണ് ഈ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ പുറകെ പോയിട്ടുള്ളത്. പക്ഷെ അത് ടോട്ടലി അബദ്ധമായി, അല്ലെങ്കിൽ അത് ഏറ്റവും വലിയ മണ്ടത്തരമായി പോയി എന്ന് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഇപ്പോൾ ആളുകൾ കൂടി ഇരിക്കുന്നിടത്ത് നിന്ന് ഈ പേഴ്സൺ ഓടിപ്പോവാണ്. ബിക്കോസ് ഈ പേഴ്സണ് ആരെയും ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് അനുഭവിക്കാൻ പറ്റുന്നില്ല, സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും തന്നെ ഈ പേഴ്സണ് സാധിക്കുന്നില്ല. ഒറ്റയ്ക്കിരിക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ എന്താണ്, നമുക്ക് ഫിഫ്ത്ത് കാർഡായിട്ട് നമുക്ക് ദ ബാലൻസ് കാർഡാണ് കിട്ടിയിരിക്കുന്നത്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഓക്കെ, ഇപ്പോൾ ഭൂരിഭാഗം നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിനെ കല്യാണം കഴിച്ചു എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ എങ്കിൽ പോലും നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഒരു സെപ്പറേഷൻ പീരീഡിൽ പോയി. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണായിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താണ്, നിങ്ങൾ പലതവണയും ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാകണം എത്രയും പെട്ടെന്ന് ഒരു എൻഗേജ്മെൻറ്റ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഒരു കല്യാണം പെട്ടെന്ന് നടത്തണം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എൻഗേജ്മെൻ്റ് എങ്കിലും, ജസ്റ്റ് ഒരു റിംഗ് എക്സ്ചേഞ്ച് എങ്കിലും നടത്തി വെക്കണമെന്ന് നിങ്ങൾ പലതവണയും ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം, സൂചന കൊടുത്തിട്ടുണ്ടായിരിക്കണം, ഉപദേശിച്ചിട്ടുണ്ടായിരിക്കണം. പക്ഷേ ഈ പേഴ്സൺ അതിന് തയ്യാറായില്ല. മേ ബി ഈ പേഴ്സൻ്റെ കരിയർ പരമായിട്ടുള്ള, ഫിനാൻഷ്യൽ പരമായിട്ടുള്ള, ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഈ പേഴ്സൺ അതിൽ കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ കൊടുത്ത് നടന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഒരു ബാലൻസ് വരുത്താനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഈ പേഴ്സണ് ഒരു അടിത്തറ ഇട്ട് വെക്കാനായിട്ട് സാധിച്ചില്ല, അല്ലെങ്കിൽ ഒരു കടിഞ്ഞാണിട്ട് വെക്കാനായിട്ട് ഈ പേഴ്സണ് സാധിച്ചില്ല. അപ്പൊ ആ ഒരു കാര്യവും ആലോചിച്ചിട്ട് ഈ പേഴ്സൺ നല്ല രീതിയിൽ വിഷമിക്കുന്നുണ്ട്. അതായത് ഈ പേഴ്സൺ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആയിപ്പോയി, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഉപദേശം ഈ വ്യക്തി കൈക്കൊണ്ടില്ല, അല്ലെങ്കിൽ ഈ വ്യക്തി അക്സെപ്റ്റ് ചെയ്തില്ല. സോ ആ ഒരു കാര്യത്തിൽ ഈ പേഴ്സൺ നല്ല രീതിയിൽ സങ്കടപ്പെടുന്നുണ്ട്, സഹതപിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ അങ്ങനെ ചെയ്തു വെച്ചിരുന്നെങ്കിൽ നിങ്ങളുമായിട്ട് ഇത്രയും അകൽച്ചയിലാവില്ലായിരുന്നു. ഓക്കെ, സോ ഈ പേഴ്സൺ ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ ആ ഒരു എനർജിയിൽ നിന്നും പുറത്തേക്ക് ചാടി നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ പേഴ്സൺ അതിന് സാധിക്കുന്നില്ല. നിങ്ങളെ ഫേസ് ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് ഈ പേഴ്സൺ അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ ദ 2 ഓഫ് എയർ ആണ് നമ്മൾക്ക് ഇതിൻ്റെ വേറൊരു എനർജി കിട്ടിയിരിക്കുന്നത്. ബിക്കോസ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ നമുക്കറിയാം, ഇവിടെ ഒരു ലേഡി 2 സോഡ് വെച്ചിട്ട് മറച്ചു പിടിച്ചിരിക്കുകയാണ്. അതായത് 2 വാള് വെച്ചിട്ട് അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് നിങ്ങൾ ഈ പേഴ്സൻ്റെ പുറകെ ഭയങ്കരമായിട്ട് ചേസ് ചെയ്തു പോയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും ആ പേഴ്സൺ നിങ്ങൾക്കൊരു പട്ടിയുടെ വില പോലും, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു വാല്യൂ ആ പേഴ്സൺ നിങ്ങൾക്ക് തന്നിരുന്നില്ല. മേ ബി തേർഡ് പാർട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ അപമാനിക്കുകയോ, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയെ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് പുകഴ്ത്തി പറയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കണം. നിങ്ങളെ അത്രത്തോളം ഈ പേഴ്സൺ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. സോ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ മേ ബി എന്നല്ല, ഈ പേഴ്സൺ നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സോ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് മേ ബി ഈ പേഴ്സൺ ഒരു മിസ് കോൾ വിടുക. ഓക്കെ, മിസ് കോൾ, അപ്പോൾ നിങ്ങൾ കോൾ കാണുമ്പോൾ തിരിച്ചു വിളിക്കുമല്ലോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് വിടുക, അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ സ്പൈ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നിങ്ങളെക്കുറിച്ചിട്ട് അന്വേഷിക്കുക, നിങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റസ് എന്താണ് എന്നുള്ളത്. സോ അത് മേ ബി നിങ്ങൾക്ക് മറ്റാരെങ്കിലും വഴി നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ടാകണം. സോ അതെന്തിനാന്ന് വെച്ചാൽ ഈ പേഴ്സൺ എങ്ങനെയെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും റീ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഓക്കെ, നിങ്ങളായിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷേ ഇവിടെ എന്താണ് ഒരു എനർജി നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ 2 പേരുടെയും എനർജി പ്രകാരം
ഒരു അവേക്കനിങ് സ്റ്റേജ് കാണിക്കുന്നുണ്ട്. അതല്ല എങ്കിൽ ഒരു ഹെർമിറ്റ് എനർജി കാണിക്കുന്നുണ്ട്. ഹെർമിറ്റ് എനർജി എന്ന് പറയുമ്പോൾ ഒരു സന്യാസ യോഗം പോലെ. അതായത് നമ്മൾക്ക് എന്താണ്, ഒരു പ്രണയം ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ആസ്വദിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ദാമ്പത്യ ജീവിതം അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥ, അതായത് ഒറ്റപ്പെട്ട് കഴിയേണ്ട അവസ്ഥ. ആ ഒരു നിങ്ങളുടെ രണ്ടുപേരുടെയും സോഡിയക് അലൈൻമെന്റ് പ്രകാരം അത്തരത്തിലുള്ള എനർജിയാണ് നമുക്കിവിടെ കൂടുതലുമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റഡ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു നിമിത്തമായി വന്നു. ബട്ട് ആക്ച്വലി ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ എനർജി നോക്കുകയാണെങ്കിൽ അത് ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് തേർഡ് പാർട്ടി ആയിരുന്നു ഇത്രയും കാലം സ്ട്രോങ് ആയിട്ട് നിന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ എനർജി സ്ട്രോങ് ആവുകയും, അതായത് നിങ്ങൾ ഈ പേഴ്സണെ ചേസ് ചെയ്യുന്നത് നിർത്തി, പുറകെ നടക്കുന്നതുണ്ടായിരുന്നു, പുറകെ നടക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു, അപേക്ഷിച്ചു, ഒരുപാട് യാചിച്ചു, പക്ഷെ റിക്വസ്റ്റ് ചെയ്തു, ഈ പേഴ്സൺ നിങ്ങൾക്ക് വില തന്നില്ല. സോ എപ്പോഴാണ് നിങ്ങൾ ഈ പേഴ്സണെ ചേസ് ചെയ്യൽ നിർത്തിയത്, അവിടെ തൊട്ടിട്ട് നിങ്ങളുടെ ഇമ്പോർട്ടൻസ് ഈ പേഴ്സൺ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. അറ്റ് ദ സെയിം ടൈം തേർഡ് പാർട്ടി ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് കുറഞ്ഞു വന്നിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ നേർക്കാണ് ഈ പേഴ്സൺ വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ബട്ട് ഈ പേഴ്സൺ ഒറ്റയ്ക്കിരുന്നൊക്കെ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ നിങ്ങൾ പോയി മെസ്സേജ് ചെയ്യരുത് ആ പേഴ്സണ്. നിങ്ങളുടെ പ്രാധാന്യം പോകും, നിങ്ങളുടെ വില നഷ്ടപ്പെടും. സോ നിങ്ങൾ ഇപ്പോൾ നോ കോണ്ടാക്ട് ബ്രേക്കപ്പ് റൂളാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അതായിട്ട് തന്നെ മുന്നോട്ട് പോവുക. ബിക്കോസ് അത് എവിടെയൊക്കെയോ നിങ്ങളുടെ പേഴ്സണെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാനായിട്ടുള്ള ഒരു അവസരവും കൂടിയാക്കി നമുക്കിതിനെ എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ നിങ്ങളിപ്പോൾ എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബിക്കോസ് ഈ പേഴ്സണെ കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ്. ജോലിക്ക് പോവുകയാണെങ്കിൽ അതിൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നു, പഠിക്കുകയാണെങ്കിൽ അതിൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നു, നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, നിങ്ങൾ നല്ല രീതിയിൽ ആഘോഷിച്ച് സെലിബ്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. കീപ്പ് ഓൺ ഗോയിങ്, അത് നല്ലത് തന്നെയാണ്. ബിക്കോസ് റിയൂണിയൻ ആകാനായിട്ടൊക്കെ വളരെയധികം ചാൻസ് ഉള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണത്. ഓക്കെ, സോ ദെൻ ഈ പേഴ്സന്റെ പ്രതീക്ഷകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ആയാലും പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്നാണ് കാണിക്കുന്നത്. ബിക്കോസ് നമ്മൾക്ക് 2 ഓഫ് എർത്ത് ആണ് കിട്ടുന്നത്. കാരണം ആദ്യം ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു, ഈ പേഴ്സൺ വളരെയധികം വർക്കഹോളിക് ആണ്. ഐ മീൻ കൂടുതലും ഇമ്പോർട്ടൻസ് പൈസ, ക്യാഷിനാണ് കൊടുത്തിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ പേഴ്സന്റെ പ്രതീക്ഷ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ പേഴ്സൺ കടന്നു വരാൻ പറ്റുകയാണെങ്കിൽ, അതായത് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നിങ്ങൾ തമ്മിൽ ഇനി വീണ്ടും ഒരു പ്രണയ ജീവിതം റീസ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, തീർച്ചയായും ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള കമ്മിറ്റ്മെന്റ്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് തരാനായിട്ട് മാക്സിമം പരിശ്രമിക്കും. അതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകും എന്നാണ് ഇപ്പോൾ ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പേഴ്സന്റെ പ്രതീക്ഷ, അതായത് ഈ പേഴ്സൺ ഇതിനു മുമ്പ് കാണിച്ച പല മണ്ടത്തരങ്ങളാണല്ലോ നിങ്ങൾ ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിച്ചത്. സോ ഇപ്പോൾ ഈ പേഴ്സൺ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, ഇനി ഒരു റിയൂണിയൻ നിങ്ങളായിട്ട് പോസിബിൾ ആവുകയാണെങ്കിൽ തീർച്ചയായും ഈ പേഴ്സണ് എപ്പോഴും നിങ്ങളുടെ അടുത്ത് ഉണ്ടാകും. നിങ്ങളുടെ അടുത്ത് ഈ പേഴ്സന്റെ പ്രസൻസ് വെക്കണം, ഈ പേഴ്സന്റെ സാന്നിധ്യം ഉണ്ടാകണം, നിങ്ങളായിട്ട് ട്രിപ്പ് പോകണം, നിങ്ങളായിട്ട് ധാരാളം സംസാരിക്കണം. ഐ മീൻ ഒരുപാട് സ്വപ്നങ്ങൾ ഈ പേഴ്സന്റെ മനസ്സിൽ ഇപ്പോൾ വരുന്നുണ്ട്. നിങ്ങളെ ഒരു കിങ്ങിനെ പോലെ നോക്കണം, അല്ലെങ്കിൽ ഒരു ക്യൂൻ, ഒരു രാജ്ഞി, അല്ലെങ്കിൽ ഒരു രാജാവിനെ പോലെ ഈ വ്യക്തിക്ക് നോക്കണം എന്നുള്ള ഒരു എനർജിയിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചിന്തയിലേക്ക് ഈ പേഴ്സൺ വന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. സോ അത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ ഈ പേഴ്സണ് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ബട്ട് നമ്മൾക്ക് നെക്സ്റ്റ് നമ്മൾക്ക് ഇതിൻ്റെ ഈ പേഴ്സൺ ഒരു ഭയം, അല്ലെങ്കിൽ ഒരു പേടി, അത് ചിലപ്പോൾ നിങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ചിലപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള പേടി വരുന്നുണ്ടാകാം. നമുക്ക് 8 ഓഫ് എയർ കിട്ടിയിട്ടുണ്ട്. അതായത് ഈ പേഴ്സന്റെ സോഡിയക് അലൈൻമെന്റ് പ്രകാരം ഒരു സോൾട്ടിറ്റ്യൂഡ് എനർജി തന്നെയാണ് കാണിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സന് എല്ലാം ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുമായിട്ട് ഒത്തുചേരാനായിട്ട്, അല്ലെങ്കിൽ ഇനി ഒരു റിയൂണിയൻ പോസിബിൾ ആകുമോ, അല്ലെങ്കിൽ അത് പോസിബിൾ ആക്കി എടുക്കാനായിട്ട് സാധിക്കുമോ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി പൂർണ്ണമായിട്ട് പോകൂലേ എന്നുള്ള രീതിയിലുള്ള
അനാവശ്യമായിട്ടുള്ള ട്രിഗറിങ് ആയിട്ടുള്ള എനർജികളും, അതായത് നെഗറ്റീവ് ആയിട്ടുള്ള എനർജികൾ, അത് നമുക്കൊരു പേടി, ഓക്കെ, പേടി എന്ന് വേണമെങ്കിൽ പറയാം, ഭയം. അതായത് ഈ പേഴ്സൺ അത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള പേഴ്സൺ ആണ്, അത്രയും ഹൈ മാസ്കുലൈൻ എനർജി ഒക്കെ ആണെങ്കിൽ കൂടി ഈ പേഴ്സണ് നല്ല രീതിയിൽ ഭയം വരുന്നുണ്ട്, സംശയങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ നടക്കുമോ, അല്ലെങ്കിൽ ഇനിയൊരു ഓക്കെ ഞാൻ ഇവളായിട്ട് സെപ്പറേറ്റഡ് ആണല്ലോ, സോ ഞാൻ ഇതിങ്ങനെ ചിന്തിക്കുന്ന പോലെയൊക്കെ ഇനി നടക്കൂ, അല്ലെങ്കിൽ ഇത് വല്ലതും നടക്കൂ, ഇത് പ്രാക്ടിക്കൽ ആകുമോ, ഇത് റിയൽ ലൈഫിലേക്ക് വരുമോ, ഐ മീൻ ഞാൻ ഇനി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ, ഐ മീൻ തെറ്റുണ്ടെന്ന് ആ പേഴ്സൺ അറിയാം, പക്ഷെ അതെങ്ങനെയാണ് തിരുത്തേണ്ടത്, എങ്ങനെയാണ് നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേഷൻ റീസ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഇനി ഇൻ കേസ് ഇനി ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ തന്നെ നിങ്ങൾ റിജക്റ്റ് ചെയ്യുമോ, റിജക്റ്റ് ചെയ്താൽ ഈ പേഴ്സൺ എന്ത് ചെയ്യും, അത്തരത്തിലുള്ള ഒരു ടെൻഷനായിട്ടും ഈ പേഴ്സൺ നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഇനി ഒരു റിയൂണിയൻ പോസിബിൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വ്യക്തിയിൽ, അതായത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഈ വ്യക്തിയുടെ സ്നേഹത്തിൽ സംതൃപ്തനാകുമോ, അല്ലെങ്കിൽ സംതൃപ്തയാകുമോ, അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പേഴ്സണെ അലട്ടുന്നുണ്ട്. സോ അത് ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള കോൺഫിഡൻസിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഓക്കെ, ഭയങ്കര ധൈര്യമൊക്കെ തോന്നും, പക്ഷെ എന്നാലും കുറച്ച് കഴിയുമ്പോൾ ഈ പേഴ്സൻ്റെ എനർജി ഡ്രെയിൻ ആകുന്നതായിട്ട്, എസ്പെഷ്യലി ഫുൾ മൂൺ, ന്യൂ മൂൺ ഡേ ഒക്കെ, ഐ മീൻ പൗർണമി, അമാവാസി, ആ ഒരു സമയത്തൊക്കെ ഭയങ്കരമായിട്ട് എനർജി ചോർന്നു പോവുകയും ഈ പേഴ്സണ് ഒരു വിഷമത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടലിൻ്റെ ഒരു ഇതിലേക്ക്, ചിലപ്പോൾ ഈ പേഴ്സൻ്റെ അച്ഛനോ അമ്മയൊക്കെ ആയിട്ടൊക്കെ ഈ കാര്യമൊക്കെ പറഞ്ഞ് ചിലപ്പോൾ വിഷമിക്കുന്നുണ്ടാകാം. ഓക്കെ, ബിക്കോസ് കരയുന്നുണ്ട് ഈ പേഴ്സൺ, കുറേ നാൾ നിങ്ങളെ കരയിപ്പിച്ചതാണ്, അതിപ്പോൾ ഈ പേഴ്സണെ തിരിച്ചടിച്ചു. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അത് ഒരു രീതി നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ഓൾസോ നമ്മൾക്കിവിടെ ദ നൈറ്റ് ഓഫ് എർത്ത് ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഇനി ഈ പേഴ്സന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു സെപ്പറേഷൻ പീരീഡിൽ ഈ പേഴ്സൺ പഠിച്ച പാഠങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഒരിക്കലും വിശ്വാസവഞ്ചന കാണിക്കരുതെന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. കൂടുതലും മിസ്റ്റേക്കുകൾ ഈ പേഴ്സൺ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഒരു യാഥാർത്ഥ്യത്തിലേക്കും ഈ പേഴ്സൺ തിരിച്ചു വരുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. പണ്ടൊക്കെ നിങ്ങൾ ഈ പേഴ്സന്റെ ഓരോ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ പേഴ്സൺ സമ്മതിച്ച് തരില്ലായിരുന്നു. ബിക്കോസ് ഞാനാണ് വലുത്, ഞാനാണ് പെർഫെക്റ്റ് എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ പോയിരുന്നത്. ബട്ട് ഇപ്പോൾ ഈ പേഴ്സൺ മനസ്സിലാക്കുന്നു, ബിക്കോസ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇല്ല ഈ പേഴ്സന്റെ ഭാഗത്തായിരുന്നു തെറ്റുകൾ. സോ ഈ പേഴ്സൺ അത് അക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും വലിയൊരു സെപ്പറേഷൻ ജേണിയിലേക്ക് പോകില്ലായിരുന്നു എന്നുള്ളൊരു രീതി. അപ്പം അതുകൊണ്ട് നിങ്ങളോട് ഇനി പൂർണ്ണമായിട്ടും എല്ലാ കാര്യങ്ങളും ഏറ്റു പറഞ്ഞ് മാപ്പ് പറയണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്കാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പക്ഷെ നമുക്ക് ദ 10th കാർഡ് വി ഗോട്ട്, യെസ്, ദ കിങ് ഓഫ് കപ്സ് ആണ്. ഓക്കെ, ദ നൈറ്റ് ഓഫ് കപ്സ് ആണ്. അതായത് നമുക്ക് സീരിയസ്ലി പറയാനാണെങ്കിൽ, സോറി, ദ 10th കാർഡ് വി ഗോട്ട് ദ റിലീസ് ആണ്. അതായത് റിലീസ് കാർഡ് പറയുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ആണ്. അതായത് ഈ ഒരു സെപ്പറേഷൻ ജേണി, അതായത് ഈ പേഴ്സൺ തന്നെ ചില സമയത്ത് വളരെ സംശയത്തോടു കൂടി ചിന്തിക്കുന്നുണ്ടാകണം, എന്തുകൊണ്ട് ഇങ്ങനൊരു സെപ്പറേഷൻ ജേണി നിങ്ങളുമായിട്ടുണ്ടായി, അല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടി എന്തുകൊണ്ട് വന്നു. ദിസ് ഇസ് ബിക്കോസ് ഈ പേഴ്സൺ ആയിക്കോട്ടെ, ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കായിക്കോട്ടെ, പലതരത്തിലുള്ള ഒരു, അതായത് ഞാൻ പറഞ്ഞല്ലോ സോൾമേറ്റ് അല്ലെങ്കിൽ ഒരു ട്വിൻ ഫ്ലെയിം ജേണിയിലാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു സ്പിരിച്വൽ അവേക്കനിങ് ആവശ്യമാണ്, മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു സ്പിരിച്വൽ അവേക്കനിങ് വരുന്നത് നമുക്ക് ഒരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ ഉണ്ടാവുമ്പോഴാണ്. അതായത് നമ്മൾ വളരെയധികം സൗകര്യത്തിലും സന്തോഷത്തിലും എല്ലാം മതിമറന്ന് വളരെ വെൽത്തി ആയിട്ട് സമാധാനമായിട്ട് സന്തോഷമായിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പം നമുക്കൊരിക്കലും സ്പിരിച്വലി കണക്റ്റഡ് ആകാൻ പറ്റിയെന്ന് വരില്ല. ബിക്കോസ് നമ്മൾ സുഖലോലുപത്തിൽ മയങ്ങിപ്പോവും. ബട്ട് നമ്മളുടെ ജീവിതത്തിൽ ചെറിയ രീതിയിലുള്ള തകർച്ചകൾ, നഷ്ടങ്ങൾ, യാതനകൾ ഒക്കെ അനുഭവിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് സ്പിരിച്വൽ ജേണിയിലേക്കുള്ള വാതിലുകൾ തുറന്നു കിട്ടുന്നത്. സോ അത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ചിലപ്പോൾ ഈ പേഴ്സൺ വളരെയധികം കൗതുകത്തോടെ ചിന്തിക്കുന്നുണ്ടാകാം, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു. ദിസ് ഇസ് ബിക്കോസ് നിങ്ങൾ രണ്ടുപേരും സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷന്
വിധേയമായിട്ടുള്ള രണ്ടാൾക്കാരാണ്. സോ അതുകൊണ്ട് ഇവിടെ ഇപ്പം എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ടാരറ്റ് റീഡിംഗ് ഒക്കെ കാണുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാകണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എനർജിയിൽ അധികം നെഗറ്റീവ്സ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലീസ് ചെയ്യാനാണ് പറയുന്നത്. അതായത് ഈ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷന് തീർച്ചയായിട്ടും നിങ്ങളുടെ ചുറ്റിനുമുള്ള നെഗറ്റീവ് ആൾക്കാരായിട്ട് നിങ്ങൾ റിലീസ് ചെയ്യണം. അത് കൂട്ടുകാരായിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, കസിൻസ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. ഓക്കെ, നിങ്ങൾ അത്തരത്തിലുള്ള നെഗറ്റീവ് ആൾക്കാരായിട്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്യണം അത്തരത്തിലുള്ള ആൾക്കാരെ. ബിക്കോസ് അവരിൽ നിന്നും വരുന്ന നെഗറ്റീവ് എനർജി നിങ്ങളെ സ്പിരിച്വലി കണക്റ്റഡ് ആകാനായിട്ടും അവേക്കനിങ് പ്രോസസ്സിലേക്ക് കൊണ്ടുപോകാനായിട്ടും ഒരു പരിധിവരെ തടസ്സപ്പെടുത്തും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. സോ ആ ഒരു സിറ്റുവേഷൻ ഇനി ഉണ്ടാകരുത്. അപ്പം അതുകൊണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു, നിങ്ങൾ അതൊക്കെ ചെയ്തു തുടങ്ങി എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ വെരി ഗുഡ്. ബിക്കോസ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രണയ ജീവിതത്തെ കുറിച്ചിട്ട് നിങ്ങൾക്ക് നല്ല കൺസേൺ ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ പേഴ്സൺ വഴിയെ അത് ചെയ്തോളും. ബിക്കോസ് പണി കിട്ടി തുടങ്ങുമ്പോൾ വഴിയെ അത് ചെയ്തോളും. ബട്ട് നിങ്ങൾ ഇപ്പോഴേ തന്നെ ക്ലീൻ ആയി തുടങ്ങുക. സർട്ടൻ ഒരുപാട് എനർജീസ് നിങ്ങൾ റിലീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ നിങ്ങളെ നെഗറ്റീവായിട്ട് പറയുന്ന ആൾക്കാരുണ്ടാകാം. നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നെഗറ്റിവിറ്റി പറയുന്നതായിട്ടും ഐ മീൻ നിങ്ങളെ മാനസിക വിഷമങ്ങൾ തരുന്ന ആൾക്കാർ ഉള്ളതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആൾക്കാരിൽ നിന്നും നിങ്ങൾ തീർച്ചയായിട്ടും ഡിസ്റ്റൻസ് പാലിക്കണം. നിങ്ങൾ മെഡിറ്റേഷൻ ഫോമിലേക്ക് വരണം. ബിക്കോസ് നിങ്ങൾ കുറച്ചും കൂടി ഒരു സ്പിരിച്വലി കണക്റ്റഡ് ആകണം. ഓക്കെ, ആൻഡ് ഓൾസോ നിങ്ങൾ ഒരു അവേക്കനിങ് പ്രോസസ്സിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ചുറ്റിനുള്ള എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, അതായത് നിങ്ങൾ വസ്ത്രദാനം ചെയ്യുന്നത് നല്ലതായിരിക്കും. വസ്ത്രദാനം, നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ വസ്ത്രങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പം അതൊക്കെ ചുമ്മാ വെറുതെ ഇരിക്കുകയാണെങ്കിൽ അത് ഇല്ലാത്തവന് കൊടുക്കുക. ഇല്ലാത്തവന് കൊടുക്കാനാണ് പറയുന്നത്. ഇല്ലാത്തവന് കൊടുക്കുക. ഇതിന്റെ പ്രാധാന്യം, വസ്ത്രത്തിന്റെ പ്രാധാന്യം അറിയുന്ന വ്യക്തികൾക്ക് കൊടുക്കുക. ദാനം ചെയ്യുക. ഒരു ഇല ചോറായാലും മതി. ഒരു ഭക്ഷണം അന്നം ദാനം ചെയ്യുക. അന്നദാനം നടത്തുക. ഓക്കെ, അത് നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഓൾസോ യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡും പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലുള്ള ഈ പേഴ്സണായിട്ടുള്ള റിയൂണിയൻ എത്രയും വേഗം പോസിബിൾ ആകും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ഈ വ്യക്തിയെ ലഭിച്ചതിന് നന്ദി എന്ന് നിങ്ങൾ യൂണിവേഴ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ടുള്ള അഫർമേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് സ്റ്റോപ്പ് ചെയ്യരുത്. നിങ്ങളുടെ പ്രഥമ ദൃഷ്ടിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. കാരണം ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, ഓക്കെ ഞാൻ ഈ അഫർമേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ എൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലല്ലോ. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഓക്കെ സെപ്പറേഷൻ ജേണിയാണ്, തേർഡ് പാർട്ടി കൊണ്ടുപോയി എല്ലാമാണ്. പക്ഷേ നിങ്ങൾക്ക് വരുന്ന ആ ഒരു മാറ്റം, അതായത് ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴേ തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു മാറ്റം നിങ്ങളുടെ പുറകിൽ നിന്നും തന്നെ തുടങ്ങിയിട്ടുണ്ട്. അത് പ്രഥമ ദൃഷ്ടിയാൽ ചിലപ്പോൾ നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കില്ല. പക്ഷെ നിങ്ങളുടെ ആ ഒരു വിശ്വാസത്തോടെ പറയുന്ന അഫർമേഷൻസ്, മന്ത്രാസ്, പ്രാർത്ഥനാ ടെക്നിക്സ് അതെല്ലാം എവിടെയൊക്കെയോ നിങ്ങൾക്ക് എഫക്റ്റീവ് ആകുന്നുണ്ട്. അതിൻ്റെയൊക്കെ റിസൾട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഓക്കെ എന്താണ് ഒന്നും നടന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്തയായിരിക്കാം. പക്ഷെ അങ്ങനെ ചിന്തിക്കരുത്. ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, സോ ഭയം മാറ്റാനായിട്ട് ശ്രമിക്കുക. ബിക്കോസ് നമുക്ക് ദ ഡ്രീമർ ആണ്. നന്നായിട്ട് എന്ത് ചെയ്യാം, ഡ്രീം ചെയ്യുക. സ്വപ്നം കണ്ടോളൂ. ഈ പേഴ്സണായിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്നതും വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നതും നിങ്ങൾ ധൈര്യമായിട്ട് സ്വപ്നം കണ്ടോളൂ. സ്വപ്നം കാണാൻ പേടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റഡ് ആയി എന്നും കൂടെ നിങ്ങൾ വിശ്വസിക്കുക. പോസിറ്റീവായിട്ട് കാത്തിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ നമ്മൾക്ക് ദ കിങ് ഓഫ് ഫയർ കിട്ടിയിട്ടുണ്ട്. അതായത് നെക്സ്റ്റ് ആക്ഷൻ, അതായത് നിങ്ങൾക്ക് മാറ്റിയെടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്.
അതായത് ഇനിയും ഈ പേഴ്സൺ നിങ്ങൾക്ക് മേ ബി ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻസ് ബ്രേക്ക് ഡൗൺ ചെയ്യിപ്പിച്ചിട്ട് ചിലപ്പോൾ ഈ പേഴ്സൺ വീണ്ടും നിങ്ങൾക്ക് വിഷമങ്ങൾ തന്നിട്ട് വീണ്ടും പോകും. ട്വിൻ ഫ്ലെയിം ജേണിയിലൊക്കെ അധികമായിട്ട് നമുക്കിത് കാണാനായിട്ട് പറ്റും. ഈ പേഴ്സൺ വരും, നിങ്ങളെ വിഷമിപ്പിക്കും, പോകും, പിന്നെയും വരും, പോകും. സോ ആ ഒരു സമയത്ത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എത്രത്തോളം പവർഫുൾ ആണ് എന്ന് പറഞ്ഞാലും അത്തരം സന്ദർഭത്തിൽ നിങ്ങളുടെ കൺട്രോൾ വിട്ടു പോകുന്നുണ്ട്. അതായത് നിങ്ങൾ പെട്ടെന്ന് കരയും, നിങ്ങൾ സെൻസിറ്റീവ് ആകും, നിങ്ങൾ ഈ പേഴ്സന്റെ ഫോട്ടോ നോക്കി നിൽക്കും, കിടന്ന് കരയും. ഐ മീൻ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾ ഓർത്ത് വെച്ചിട്ട് അതിങ്ങനെ ചിന്തിച്ച് 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 നിങ്ങളുടെ എനർജി നഷ്ടപ്പെടുത്തുന്ന രീതി നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നും മാറുക. ബിക്കോസ് ഒരു ഫയർ എനർജിയിലേക്ക് നിങ്ങൾ വരിക. നിങ്ങൾക്ക് തന്നെ പ്രചോദനമായി മാറുക. ഓക്കെ, നിങ്ങളെ തന്നെ ശാക്തീകരിക്കുക. നിങ്ങൾക്ക് തന്നെ എനർജി കൊടുക്കുക. ഓക്കെ, മെഡിറ്റേഷൻ ചെയ്യുക, കൗൺസിലിംഗ് വിധേയമാവുക, അതൊക്കെ നല്ല കാര്യമാണ്. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക. എപ്പോഴും ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് അല്ലെങ്കിൽ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ബിക്കോസ് കിങ് ഓഫ് ഫയറും ഒരു പരിധി വരെ അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ തുറന്ന് സംസാരിക്കുക. നിങ്ങൾക്ക് അത്രയും വിശ്വാസമായിട്ടുള്ള ആൾക്കാരോട് നിങ്ങൾ തുറന്ന് സംസാരിക്കുക. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷനിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ സം അൺനോൺ ഫാക്ടേഴ്സ് ആർ ദർ. വി ഗോട്ട് ദ ക്യൂൻ ഓഫ് ദ ക്യൂൻ ഓഫ് എയർ ആണ് കിട്ടിയിരിക്കുന്നത്. ക്യൂൻ ഓഫ് എയർ എന്ന് പറയുമ്പോൾ കുറച്ച് നിങ്ങൾ പോലും അറിയാതെ വന്നിട്ടുള്ള കാര്യങ്ങൾ. അതായത് ചിലപ്പോൾ നിങ്ങൾക്കത് അറിയാം, ചിലപ്പോൾ നിങ്ങളത് അറിഞ്ഞിട്ടുണ്ടാകണം, മനസ്സിലാക്കിയിട്ടുണ്ടാകണം. ഇനി മനസ്സിലാക്കിയിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾ അറിയാണ്ട് കിടക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ. അതെന്താണെന്ന് വെച്ചാൽ മേ ബി ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ചിലപ്പോൾ ഒരു വിഡോ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള സ്ത്രീ ആയിരിക്കാം, അല്ലെങ്കിൽ പുരുഷനായിരിക്കാം. ബിക്കോസ് നിങ്ങളുടെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്കൊരു പ്രോബ്ലം വന്നപ്പോൾ ആ കൂടെ ഉണ്ടായിരുന്നവരിൽ പലവരും ഇന്നിപ്പോൾ നിങ്ങളുടെ കൂടെ ഇല്ലാതെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഇപ്പം ചിന്തിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുമായിരിക്കാം, നിങ്ങൾക്കത് ഓർമ്മ വരുമായിരിക്കാം. ബിക്കോസ് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു പരിധിവരെ മേ ബി ഈ പേഴ്സണായിട്ട് നിങ്ങൾ ഒരു സെപ്പറേഷൻ ജേണിയിലേക്ക് പോകാനായിട്ട് കാരണമായിട്ടുള്ള പല ആൾക്കാർ, നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ, അവർ നിങ്ങളെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചിട്ട് ഒരു സെപ്പറേഷനിലേക്ക് കൊണ്ടുപോയിട്ടു. ബട്ട് ആ ആൾക്കാർ ഇപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി, ഇപ്പോൾ നിങ്ങൾ വിഷമിക്കുന്നു, ഖേദിക്കുന്നു, എല്ലാം ചെയ്യുന്നു, റിഗ്രറ്റ് ചെയ്യുന്നു. പക്ഷെ ഇപ്പോൾ അവരൊന്നും നിങ്ങളുടെ കൂടെ ഇല്ല എന്നുള്ള ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ബിക്കോസ് അവരായിരുന്നു നിങ്ങളുടെ യഥാർത്ഥ ശത്രുക്കൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് അവരുടെ ഒരു എയിം എന്ന് പറയുന്നത് ഇതൊരു കർമ്മമായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ്. സോ കർമ്മ സമയത്ത് നമ്മൾക്ക് എത്തിപ്പെടുന്ന ആൾക്കാരും മോശപ്പെട്ട ആൾക്കാരായിരിക്കും. നമ്മൾ വിചാരിക്കും നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. ബട്ട് നോ, അതല്ല റിയാലിറ്റി. നമ്മളെ ഒന്നും കൂടെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരാണ്. സോ ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കുക. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ തെളിവുകൾ ഈ ഒരു യൂണിവേഴ്സ് നിങ്ങളെ കാണിച്ച് തന്നിട്ടുണ്ടെന്നും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ അത് ഇപ്പോൾ നിങ്ങളൊക്കെ അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുക. ബിക്കോസ് നിങ്ങളെ കൊണ്ടുപോയി കുഴിയിൽ ചാടിച്ച പല ആളുകളും ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഇല്ല. ബിക്കോസ് ഇപ്പോൾ അവർ മാറി ഇന്ന് ചിരിക്കുകയാണ്. ദാറ്റ് മീൻസ് നിങ്ങൾ ഈ ഒരു സോഡായിട്ട് ഈ ഒരു വാള് പിടിച്ച് നിൽക്കുന്ന ഈ ഒരു ലേഡീനെയാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ദ ബ്ലൂ ബട്ടർഫ്ലൈ, അതൊരു പവറിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണ്, പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു പേഴ്സണാണ്. നിങ്ങളുടെ കൂടെ യൂണിവേഴ്സ് ഉണ്ട്. നിങ്ങൾ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യം ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ഹിയർ വി ഗോ ദ ഫ്യൂച്ചർ ഓഫ് ദ ഫൈനൽ ഔട്ട്കം ഓഫ് ദിസ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, യെസ്, നമുക്ക് കിട്ടിയിരിക്കുന്നത് ദ കിങ് ഓഫ് കപ്സ് ആണ്. ബിക്കോസ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്തുകൊണ്ട് അധികം വൈകാതെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്ന് കാണിക്കുന്നു. ഓക്കെ, ബിക്കോസ് ഈ പേഴ്സൺ അത് ബാലൻസ് ഒക്കെ പോയിരിക്കുകയാണ്. നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ടോട്ടലി ബാലൻസ് ഒക്കെ പോയിരിക്കുകയാണ്. അത് ബാലൻസ് ആക്കാനും നല്ല രീതിയിൽ ബാലൻസിങ് എനർജിയിലേക്ക് കൊണ്ടുവരാനും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതെല്ലാം തന്നെ പിൻവലിക്കാനും നിങ്ങളിൽ നിന്നും മോശപ്പെട്ട ആൾക്കാരെ
മാറ്റി നിർത്താനോ ഒക്കെ വേണ്ടിയിട്ടായിട്ട് ഒരു ന്യൂ ബിഗിനിങ്സിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ കുതിരപ്പുറത്താണ് കയറി വരുന്നത്. ഈ ഒരു കുതിര ഫാസ്റ്റായിട്ട് തന്നെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ നമ്മൾക്ക് ദ നൈറ്റ് ഓഫ് കപ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. സോ ആ ഒരു കപ്പ് ഓഫ് ലവ് ആയിട്ട് ഓഫർ ചെയ്തുകൊണ്ട് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഫ്യൂച്ചറിൽ വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. സോ അതിന് മുൻപായിട്ട് സ്പിരിച്വലി അവേക്കനിങ് പ്രോസസ്സ് ആവശ്യമുണ്ട്. സോ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ ഒരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ടായി. പക്ഷെ അതിനെ പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു പേഴ്സണെ ആലോചിച്ചിട്ട് വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ടോട്ടൽ ഔട്ട്കമ്മിൽ നിന്നും കിട്ടിയിരിക്കുന്ന എനർജി എന്ന് പറയുന്നത്. ഓക്കെ, സച്ച് എ നൈസ് സ്പ്രെഡ് ദാറ്റ് വി ഗോട്ട്. I already miss your smile very badly, deeply and honestly. My love for you is too big and describe. Okay, I am kind of obsessed with you എന്നാണ് പറയുന്നത്. അതായത് ഈ പേഴ്സണ് നിങ്ങളത് പറയുന്നത് ഒരു അഡിക്ഷൻ തന്നെയാണ്. യെസ്, ദ ഡിപ്രഷൻ സ്റ്റേജ്, അതിൽ നിന്നൊക്കെ അവേക്കനിങ് ആകണം. ദ ജിം ട്രെയിനർ വി ഗോട്ട്, ദ ലോർഡ് കൃഷ്ണ ആൻഡ് ഓൾസോ ദ ആൻസിസ്റ്റേഴ്സ് ബ്ലെസ്സിങ്സ്. എയർ സൈൻ ഇസ് ഹിയർ. ഷോർട്ട് ടൈം ലവ് ആൻഡ് ഓൾസോ ദ സെക്ഷുവൽ അഡിക്ഷൻസ് ആർ ഹിയർ. ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത്. സോ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. റീസണേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത്, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.